കൊച്ചി കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് ദീപ്തി മേരി വർഗീസിനെ തന്നെ പരിഗണിച്ച് കോൺഗ്രസ്. മഹിളാ കോൺഗ്രസ് നേതാവ് മിനിമോൾ VK-യും പരിഗണനയിലുണ്ട്. 2015 മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച ഷൈനി മാത്യുവിന്റെ പേരും നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. സജോ ദേവസ്യ ചേരുന്നു. സജോ, എല്ലാവരും നല്ല വിജയം കാഴ്ചവെച്ചവരാണ്. ഇതിലിപ്പോൾ ഓരോരുത്തരെ പറയുമ്പോഴും അവർക്ക് പരിചയമുള്ള മേഖലകളുണ്ട്. ഉയർന്നു കേൾക്കുന്ന പേരുകളാണ് ഇതൊക്കെയും, അല്ലേ? പ്രത്യേകിച്ച് കൗൺസിൽ സ്ഥാനത്തേക്കൊക്കെ നിന്ന് നന്നായി പ്രകടനം കാഴ്ചവെച്ചവരുണ്ട്. എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക? ഏറ്റവും കൂടുതലായി ഉയർന്നു കേൾക്കുന്ന പേര് ദീപ്തി മേരി വർഗീസ് ആണോ? ഈ സാധ്യതാ പട്ടികയിലുള്ളവർ എല്ലാവരും മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ളവരാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതേസമയം കൊച്ചി കോർപ്പറേഷനിൽ ത്രസിപ്പിക്കുന്ന വിജയം UDF-ന് നേടാനായി അതിൽ തന്നെ 3 പേരാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. ഏറ്റവും പ്രധാനം KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസിന്റെ പേരാണ്. അവർ സംഘടനാപരമായി ഏറ്റവും ഉയർന്ന ചുമതല സംഘടനാ തലത്തിൽ വഹിക്കുന്ന ആളാണ്. സ്വാഭാവികമായും ദീപ്തി മേരി വർഗീസിന്റെ പേരിനാണ് പ്രഥമ പരിഗണന. അവർ നിലവിലെ കഴിഞ്ഞ കൗൺസിൽ അംഗമാണ്, അതുകൊണ്ട് അവർക്ക് ഭരണപരിചയമുണ്ട്. അത് കൂടാതെ സംഘടനാ തലത്തിൽ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്നുമുണ്ട്. ഇതുകൂടാതെ KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും ഒക്കെ പിന്തുണ ദീപ്തി മേരി വർഗീസിനുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രഥമ പരിഗണന ദീപ്തി മേരി വർഗീസിന് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിനകം തന്നെ DCC നേതൃയോഗം ചേർന്ന് ഇക്കാര്യത്തിൽ പ്രാഥമികമായൊരു കൂടിയാലോചന നടത്തും. അതിനുശേഷം KPCCയുടെ അഭിപ്രായവും ഒപ്പം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക. മറ്റൊന്ന്, പാലാരിവട്ടത്തെ കൗൺസിലറായ മിനിമോൾ VK-യാണ്. അവർ നിലവിൽ കഴിഞ്ഞ കൗൺസിൽ അംഗമാണ്. അതുകൂടാതെ മഹിളാ കോൺഗ്രസിന്റെ നേതൃപദവികളിൽ കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അവർക്ക് കൂടി, അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള പദവികൾ വഹിച്ച ആളെന്ന നിലയ്ക്ക് മിനിമോൾ VK-യുടെ പേര് കൂടി പരിഗണിക്കണം എന്ന അഭിപ്രായം പ്രധാനമായും ഉയരുന്നുണ്ട്. അതോടൊപ്പം മൂന്നാമത്തെ പേരുകാരി നിലവിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഷൈനി മാത്യു ആണ്. ഷൈനി മാത്യു 2015 മേയർ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ആൾ കൂടിയാണ്. ആ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ അന്ന് ടേം വ്യവസ്ഥ എന്ന നിലയ്ക്ക് ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായ ഒരു ധാരണയുണ്ടായിരുന്നു. ആ ഭരണത്തിന്റെ അവസാനത്തെ 1.5 വർഷം ഷൈനി മാത്യുവിന് നൽകാം എന്ന നിലയ്ക്ക് ഒരു ധാരണയുണ്ടായിരുന്നു. പിന്നീട് ഇത് നടക്കാതെ പോവുകയായിരുന്നു. അങ്ങനെ ഈ 3 പേർക്കും ക്ലെയിം ഉണ്ട്. പക്ഷേ സംഘടനാ തലത്തിൽ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്നത് ദീപ്തി മേരി വർഗീസ് ആയതുകൊണ്ട് അവർക്കാണ് പ്രഥമ പരിഗണന. അതേസമയം മറ്റു 2 പേരും അയോഗ്യതയുള്ളവരല്ല. അവരും ഇതിലേക്ക് പരിഗണിക്കാൻ കഴിയുന്ന പരിചയസമ്പന്നതയുള്ള കൗൺസിലർമാരെന്ന നിലയ്ക്ക് മുൻകാലത്ത് പ്രവർത്തിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തടക്കം പ്രവർത്തിച്ച ആളുകൾ കൂടിയാണ്. അവരുടെ പേരും പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ആദ്യം DCC നേതൃയോഗം ചേർന്ന് ഇക്കാര്യത്തിലൊരു ധാരണയിലേക്ക് എത്തും. പിന്നീട് നേതാക്കളുടെ അഭിപ്രായവും KPCCയുടെ അഭിപ്രായവും കൂടി പരിഗണിച്ച ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതാണ് സജോ പറഞ്ഞതുപോലെ ഉയർന്നു കേൾക്കുന്ന 3 പേരുകളും അവരത്രത്തോളം യോഗ്യരാണ് എന്നുള്ള ചർച്ചകൾ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് KPCC ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്. ഇനിയിപ്പോൾ മിനിമോൾ VK ആണെങ്കിൽ കഴിഞ്ഞ 2 കൗൺസിലുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളാണ്. ഇനി മൂന്നാമത്തെ പേര് ഷൈനി മാത്യു ആണെങ്കിൽ സജോ പറഞ്ഞതുപോലെ 2015 ഏറ്റവും ആദ്യം UDF-ന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു കേട്ട പേരാണ്. പിന്നീടാണ് അത് ചില തീരുമാനങ്ങളൊക്കെ മാറി അങ്ങനെ സൗമിനി ജയിലിലേക്ക് എത്തിയത്. അപ്പോൾ ആരായിരിക്കും കൊച്ചി മേയർ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. നേരെ തൃശ്ശൂർ.